കോർപ്പറേഷൻ വാർഡ് വിഭജനം പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ LDFിൽ പൊട്ടിത്തെറി അതിരൂക്ഷമാവുകയാണ്. CPI സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പല ജില്ലാ കമ്മിറ്റികളിലും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. CPIക്ക് നിലവിൽ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റുകളൊന്നും തന്നെ നൽകാൻ കഴിയില്ല. മുന്നണി സമവാക്യം അനുസരിച്ച് പുതിയ അക്കോമഡേഷൻ എന്ന രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ വേണ്ടിയുള്ള ധാരണ കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ വലിയ രൂക്ഷ പ്രശ്നമുണ്ടാക്കുകയാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുദ്ദേശിക്കുന്ന സീറ്റുകൾ മത്സരിക്കാൻ കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പല സീറ്റുകളും CPIM തിരിച്ചു വാങ്ങുകയോ അതല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികൾക്ക് കൊടുത്ത് മുന്നണി വിപുലപ്പെടുത്തുകയോ ചെയ്യണം. CPIയെ എടുക്കാച്ചരക്കായി കണക്കാക്കുന്നു എന്നുള്ളത് രൂക്ഷമായ വിമർശനമാണ്. നമുക്കറിയാം, മുഹമ്മദ് മുഹ്സിൻ അടക്കമുള്ള പല ജനകീയരായ നേതാക്കളും അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ CPIയിൽ ടേം കണ്ടീഷൻ പ്രകാരം സാധ്യമല്ല. 2 തവണയിൽ കൂടുതൽ തുടർച്ചയായി മത്സരിക്കുന്നവരെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള പ്ലാനാണ് ബിനോയ് വിശ്വം കരുതിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയാണെന്നും CPIയിൽ ജനകീയരായ നേതാക്കളെ അവരുടെ പ്രവർത്തകർ ജയിപ്പിക്കുന്നത് അവരുടെ കഴിവിൽ വിശ്വാസമുള്ളത് കൊണ്ടാണെന്നും പകരം പുതിയൊരാളെ നൂലിൽ കെട്ടിയിറക്കിയാൽ അത് ഒരു രീതിയിലും സക്സസ്ഫുൾ ആവില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഏകദേശം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായി തന്നെ കണക്കാക്കണം. കാരണം ഗ്രാമപഞ്ചായത്തുകൾ എത്ര നേടി, അവിടെയുള്ള ആധിപത്യം, ഇതൊക്കെ വലിയ തോതിൽ സാധാരണ താഴെത്തട്ടിൽ എല്ലാ ജില്ലകളിലുമുള്ള ഗ്രാമീണ മേഖലകളിലുള്ള മണ്ഡലങ്ങളെ അതിശക്തമായി സ്വാധീനിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി LDF അധികാരത്തിൽ വന്നതിൻ്റെ പ്രധാന കാരണം അതിനു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു അനുരണനം കണ്ടിരുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണേ അല്ല, വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും സവിശേഷമാക്കുന്നത്. എന്നാൽ CPI വലിയ തോതിൽ ഒരു താക്കീത് എന്ന രൂപത്തിൽ CPMനോട് പറയുന്നു, അമിത ആത്മവിശ്വാസം നല്ലതിനല്ല. CPIM ഇനി വെള്ളം കുടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പലയിടത്തു നിന്നും പണിയിരന്ന് വാങ്ങിക്കും. പല ജില്ലകളിലും അവർ മതി എന്ന തീരുമാനമാണ്. CPIയെ ഒതുക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ നിഴലാണ് എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ വളർത്താൻ വേണ്ടിയും ശ്രമിക്കുന്നുണ്ട്. ഇത് തെറ്റിദ്ധാരണ പരത്തും. ഈ രീതിയിലുള്ള തെറ്റായ സന്ദേശം അത് പല ജില്ലകളിലും CPI നേതാക്കളെ LDFിൽ നിന്നും രാജിവെക്കാൻ, മുന്നണി സംവിധാനത്തിൽ നിന്നും വിട്ടുമാറാനും കോൺഗ്രസിലേക്ക് ചേരാനും പ്രേരിപ്പിക്കുകയാണ്. തൃശ്ശൂരിലും അതുപോലെ തന്നെ കോട്ടയത്തും ഇടുക്കിയിലും CPI നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയെന്ന് വിവരണാത്മകമായി തന്നെ പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ സ്വീകരിക്കും. അവരെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി അവരെ ഇരുകൈ നീട്ടി സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവായ VD സതീശനും വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPI ഒരു വലിയ വിഭാഗം അത് പിളർന്ന് ഇടതുപക്ഷം വിട്ടുപോയാൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നണി സാധ്യതകൾ തകിടം മറിയും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ.